يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله الذي بعث إلينا خير خلقه وخاتم رسله، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ വർദ്ധിപ്പിച്ചു തന്നുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയുടെ കലിമ, ഷഹാദത്ത് കലിമ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പവിത്രവും പ്രാധാന്യമർഹിക്കുന്നതുമായ ആ ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗമായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, എൻ്റെ ജീവിതം അതിന് നേർസാക്ഷിയാണ് എന്നുള്ള പ്രഖ്യാപനം നമ്മൾ ദിനേന നമ്മുടെ നമസ്കാരത്തിലൂടെ, ബാങ്കിലൂടെ, ഇഖാമത്തിലൂടെ, പല ദിക്റുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വങ്ങളും പ്രാധാന്യങ്ങളും എത്രത്തോളം ഒരു വിശ്വാസി അറിയുന്നുവോ അത്രത്തോളം അവിടുത്തോടുള്ള ബഹുമാനവും ആദരവും അവൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിടത്ത് ധാരാളക്കണക്കിന് മഹത്വങ്ങളാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവിടുത്തെ ബുദ്ധിക്ക് തകരാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് തന്നെ മാ ദല്ല സാഹിബുക്കും വമാ ഗവ, താങ്കളുടെ കൂട്ടുകാരൻ ഒരിക്കലും പിഴച്ചുപോയിട്ടില്ല, വഴിപിഴച്ചു പോവുകയോ ദുർമാർഗത്തിലാവുകയോ ചെയ്തിട്ടില്ല എന്നും നല്ല ബുദ്ധി വൈഭവവും തൻ്റെ ഇടവുമുള്ള വ്യക്തിത്വമാണ് അവിടുന്ന് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടുത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല, സത്യസന്ധമായതല്ലാതെ അവിടുന്ന് സംസാരിക്കില്ല. അവിടുന്ന് പറഞ്ഞത് മുഴുവനും അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. തന്നിഷ്ടപ്രകാരം ദീനിൻ്റെ കാര്യം സംസാരിച്ചിട്ടേയില്ല. വമാ യൻതിഖു അനിൽ ഹവാ എന്ന ആയത്തിലൂടെ അവിടുത്തെ ആ സത്യസന്ധത, അമാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിലയ്ക്ക് തന്നെ എടുത്തു പറഞ്ഞു. തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തു തൗബയുടെ അവസാന ഭാഗത്തുള്ള ആയത്തുകളിലൂടെ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് തുടങ്ങുന്ന ആ വചനത്തിലൂടെ കുറെ പ്രശംസകൾ പറഞ്ഞു. അസീസുൻ അലൈഹി മാ അനിത്തും, സത്യവിശ്വാസികളായ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്നത് ആ റസൂലുള്ളാഹിക്ക് സഹിക്കാനാകുമായിരുന്നില്ല. അതുപോലെ തന്നെ
ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്രയും നന്മകൾ വരണം, ഒരിക്കലും നിങ്ങളെ ഒരു തിന്മകളും തൊട്ട് തീണ്ടരുത് എന്ന നിങ്ങൾക്ക് വേണ്ടി വല്ലാത്ത അത്യാഗ്രഹമുള്ള മോഹമുള്ള വ്യക്തിത്വമായിരുന്നു എന്ന് പ്രശംസിച്ചു പറഞ്ഞു. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് ഏറെ വാത്സല്യമുള്ള, കൃപ കാണിക്കുന്ന, ദയ കാണിക്കുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് തുടർന്നുകൊണ്ട് പറഞ്ഞു. ഒരധ്യായം തന്നെ അവിടുത്തെ പ്രത്യേകതകൾ എടുത്തുകൊണ്ട് പറഞ്ഞു. അലം നശ്റഹ് ലക സദറക, അവിടുത്തെ ഹൃദയ വിശാലത, സങ്കുചിത മനസ്സിന്റെ ഉടമയായിരുന്നില്ല. എന്തും ഉൾക്കൊള്ളുവാനുള്ള, എന്തും സഹിക്കുവാനുള്ള വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. തീർന്നില്ല, അവിടുത്തെ പാപഭാരങ്ങളും ഒന്നും അവിടുത്തേക്ക് അല്ല ബാക്കി വെക്കാത്ത നിലക്ക് അവിടുത്തേക്ക് എല്ലാം പൊറുത്തു കൊടുത്തുകൊണ്ട് സംശുദ്ധനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നുവെന്നും, ലോകം മുഴുവനും അവിടുത്തെ പേര്, അള്ളാഹുവിന്റെ പേര് പറയുന്നതിന്റെ കൂടെ തന്നെ ബാങ്ക് വിളികളിൽ, ഇഖാമത്ത് വിളികളിൽ തുടങ്ങി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഷഹാദത്ത് കലിമയിൽ ഉച്ചരിക്കുമ്പോഴെല്ലാം അവിടുത്തെ നാമവും ലോകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അത്യുന്നതമായ വ്യക്തിപ്രഭാവവും ലോകം മുഴുവനുമുള്ള സ്ഥാനവുമുള്ള വ്യക്തിത്വമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടികളിൽ അവിടുന്ന് ശ്രേഷ്ഠനാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെയും ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല അക്രമ അലല്ലാഹി മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനോളം ആദരിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ ഒരു സൃഷ്ടി എന്ന നിലയ്ക്ക് അല്ലാഹു ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. വമാ സമിഅതുല്ലാഹ അഖ്സമ ബിഹയാതി അഹദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരാളുടെ, ആരുടെയെങ്കിലും ജീവിതത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. മുത്തു മുസ്തഫായുടെ കാര്യത്തിലേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ കാണാം ലഅംറുക എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രയോഗം, അഥവാ മുഹമ്മദേ, താങ്കളുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം വിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ആയുസ്സിനെ സംബന്ധിച്ച് മാത്രമാണ് എന്ന്. സന്മാർഗത്തിലേക്ക് മാനവരാശിക്ക് മാർഗദർശനം നൽകുന്ന പ്രബോധകനാണെന്ന്, അതുപോലെ തന്നെ സത്യത്തിലേക്കുള്ള ദർശകനാണെന്ന്, അതേപോലെ തന്നെ ഈ സത്യത്തിന്റെ സന്ദേശം ആര് ഉൾക്കൊള്ളുന്നുവോ അവർക്ക് ശാശ്വതമായ സ്വർഗീയാരാമം ലഭിക്കുമെന്ന സുവിശേഷം അറിയിക്കുന്ന വ്യക്തിത്വം. അതിനെ ആര് നിരാകരിക്കുന്നുവോ അവർക്ക് കഠിന കഠോരമായ ശിക്ഷയുണ്ടാകുമെന്ന താക്കീത് നൽകുന്ന വ്യക്തിത്വം. യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക, തീർച്ചയായും താങ്കളെ നാം റസൂലായി അയച്ചിട്ടുള്ളത്, ഷാഹിദ വ മുബശ്ശിറ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജം മുനീറ. ഈ പറയുന്ന സ്വഭാവ ഗുണവിശേഷണങ്ങളൊക്കെ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ എല്ലാം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ്. നേരത്തെ പറഞ്ഞ ആ സൽഗുണങ്ങളുടെ എല്ലാം, സവിശേഷതകളുടെ എല്ലാം ഒരുമിച്ചു കൂട്ടി പറഞ്ഞ വചനമാണ് നമ്മൾ ഇതിലൂടെ കേട്ടത്. സർവർക്കുമുള്ള അനുഗ്രഹമായി കൊണ്ടാണ് പരിചയപ്പെടുത്തപ്പെട്ടത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. തന്റെ സമയവും ആയുസ്സും അതുപോലെ തന്നെ അറിവും ഗുണകാംക്ഷയും സമ്പത്തും അധ്വാനങ്ങളും എല്ലാം തൻ്റെ ജനതയുടെ സന്മാർഗ ദർശനത്തിന് വേണ്ടി വിനിയോഗിച്ച മഹാനായ പ്രവാചകനാണ് അവിടുന്ന്. അതുകൊണ്ട് തന്നെ ആ നബിയെ പിൻപറ്റിയവർ മാത്രം വിജയിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതിനാ അല്ലാഹു തആല ഈ ഗുണങ്ങളൊക്കെ എടുത്തു പറയുന്നതും ആ നബിയെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. നിങ്ങൾക്കൊരൊറ്റ ആത്മീയ നേതാവേയുള്ളൂ, നിങ്ങൾക്ക് റോൾ മോഡലായിക്കൊണ്ടൊരൊറ്റ നേതാവേയുള്ളൂ, അത് ലോകത്ത് ഒരാളും വേറെയില്ല, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. വഇൻ തുതീഊഹു, ആ വ്യക്തിത്വത്തെ നിങ്ങൾ സമ്പൂർണമായി അനുസരിക്കുന്നുവെങ്കിൽ തഹ്തദു, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. ഹിദായത്തിന്റെ വഴി അന്വേഷിച്ച് വേറെ ശൈഖന്മാരുടെയോ ഹോജമാരുടെയോ മറ്റുള്ള ആളുകളുടെയോ വാക്കുകൾക്ക് പിറകെ പോയിട്ട് ഈ മുത്ത മുസ്തഫായുടെ കൽപ്പനകളെയും അധ്യാപനങ്ങളെയും ആരെങ്കിലും മാറ്റിവെക്കുന്നുവെങ്കിൽ അവൻ ഹിദായത്തിലല്ല, വ്യക്തമായ ളലാലത്തിലാണ്, വഴികേടിലാണ്. അതുകൊണ്ട് തന്നെ ആ മുത്ത മുസ്തഫയെ പിൻപറ്റണം എന്നുള്ള ഏറ്റവും വലിയ ആഹ്വാനമാണ്. അത് പിൻപറ്റാൻ ഞാൻ സന്നദ്ധനാണെന്ന കൃത്യവും വ്യക്തവുമായ പ്രഖ്യാപനമാണ് നമ്മുടെ ഷഹാദകളിലൂടെ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് വന്ന മഹാരഥന്മാരായ
പ്രവാചകന്മാരുടെ താവഴി പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് വന്നത്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല ഒരുമിച്ച് 10-18 പ്രവാചകന്മാരെ പേരെടുത്ത് ഇങ്ങനെ ആയത്തുകളിലൂടെ ഓരോരുത്തരെ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് റബ്ബിന്റെ കൽപ്പന, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. അവരൊക്കെ ഈ എണ്ണി പറയപ്പെട്ട പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ, റബ്ബിന്റെ ഹിദായത്ത് കിട്ടിയ മഹാന്മാരാണ്. റബ്ബിന്റെ ഹിദായത്തിലേക്ക് വെളിച്ചം നൽകപ്പെട്ടിരുന്ന വലിയ വ്യക്തിപ്രഭാവമുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. അതുകൊണ്ട് നബിയെ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരുടേതായ സന്മാർഗത്തിന്റെ ദർശനത്തിൽ താങ്കളും അവരെ പിൻപറ്റുക എന്ന്. ലോകത്തിന്റെ മുഴുവൻ മാതൃക എന്ന നിലക്കുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കളെന്ന് പരിശുദ്ധ ഖുർആൻ അവിടുത്തെ സംബന്ധിച്ചു പറഞ്ഞു. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഏറ്റവും ഉന്നതവും മഹത്തായതുമായ സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും ഉടമയാകുന്നു എന്ന്. അവിടുത്തെ ഔദാര്യത്തെ, ഉദാരതയെ, ധർമ്മിഷ്ഠ മനോഭാവത്തെ, സത്യം മാത്രം പറയുക എന്നുള്ള കണിശ സ്വഭാവത്തെ, അവിടുത്തെ മറ്റുള്ളവരോടുള്ള സഹവാസം മാന്യമായിരുന്നു എന്ന കാര്യത്തെയൊക്കെ ഹദീസുകൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സഹാബത്ത് പലപ്പോഴും പറയുന്നുണ്ട്, ഒറ്റനോട്ടത്തിൽ ആദ്യം കാണുമ്പോൾ ഒരു ഗാംഭീര്യ പ്രകൃതക്കാരനാണോ, പരുക്കൻ സ്വഭാവിയാണോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇടപഴകുമ്പോൾ അവിടുത്തെ വിട്ടു പോകാൻ ഒരാൾക്കും സാധ്യമാകുമായിരുന്നില്ല. ആ ഗാംഭീര്യവും ആ മുഖത്തുള്ള കാണുന്ന ആ ഒരു പ്രത്യേക വഖാറൊക്കെ നമ്മൾ പേടിയോടെ മാറി നിൽക്കുമെങ്കിലും അവിടുത്തോട് ഇടപെടുന്ന ഒരാളും പിന്നെ ആ സ്നേഹത്തിന്റെ, ആ പെരുമാറ്റത്തിന്റെ, ആ ഒരു കൃത്യമായ സഹവാസത്തിന്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ അവിടുത്തെ വിട്ട് പോകുവാൻ ഒരിക്കലും കൊതിക്കാറില്ല. എന്നിങ്ങനെയുള്ള ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളും മഹത്വങ്ങളുമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മാർഗത്തെ പിന്തുടരുവാൻ കൽപ്പിക്കപ്പെട്ട നാം അത് നമ്മുടെ ഷഹാദകളിലെ വാക്കുകളിൽ ഒതുക്കാതെ മുത്ത് മുസ്തഫായുടെ ജീവിതത്തെ കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള പരിശ്രമങ്ങളിലും അധ്വാനങ്ങളിലും പഠനങ്ങളിലുമാണ് ഏർപ്പെടേണ്ടത് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു ആ പ്രവാചകവര്യനെ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അപാകതകൾ പുറത്തു തന്ന് നമ്മെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിത്യവും നമ്മുടെ ജീവിതത്തിൽ മുഴക്കുന്ന ഷഹാദത്ത് കലിമകളോട് കൂറുപുലർത്താത്ത പ്രഖ്യാപനങ്ങളും ഷഹാദത്ത് കലിമയുടെ മൊഴിയലുകളുമെല്ലാം കാപട്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ധാരാളം തവണ പറഞ്ഞതുകൊണ്ടായില്ല. ആ സത്യസാക്ഷ്യത്തിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി ജീവിക്കുവാൻ സാധ്യമായില്ലെങ്കിൽ അത് നബി തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെ പ്രഖ്യാപിച്ചിരുന്ന നാവുകൊണ്ട് മൊഴിഞ്ഞിരുന്ന ചില ആളുകളുണ്ടായിരുന്നു. അവരുടെ ഗണത്തിലെ നമ്മളും പെടുകയുള്ളൂ എന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. സൂറത്തുൽ മുനാഫിഖൂനിന്റെ പ്രഥമ സൂക്തം തന്നെ അതാണ്. നിന്റെ അടുക്കൽ കയറി വന്നുകൊണ്ട് നബിയേ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്നിങ്ങനെ പറയുന്ന ആളുകളുണ്ട്. മറുപടി പറയൂ പ്രവാചകരെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും മുഹമ്മദ് നബിക്ക് അക്കാര്യത്തിൽ ആവശ്യമില്ല. അള്ളാഹ്ക്കറിയാം അള്ളാഹിന്റെ റസൂലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചിട്ടാ നിങ്ങളത് പ്രഖ്യാപിക്കുകയും നിങ്ങൾ അതിൻ്റെ വക്താക്കളാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത്. അള്ളാഹുവിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. എന്തേ റബ്ബ് അവരെക്കുറിച്ച്, അവരുടെ ഷഹാദയെക്കുറിച്ച് അങ്ങനെ പറയാൻ എന്തേ കാരണം? വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അപ്പറയുന്ന കലിമയോട് ഒരു കൂറും അവരുടെ മനസ്സിലില്ല എന്ന് ആർക്കും നോക്കാൻ കഴിയാത്ത ഹൃദയത്തിലേക്ക് നോക്കുന്ന റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഷഹാദ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഈ കൂട്ടത്തിൽ നമ്മൾ പെടുമോ? ഇല്ലേ?
ഇത് നമ്മൾ ആലോചിക്കണം. അതിന് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ഞാൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബഹുമാനമുള്ള വ്യക്തിത്വമാണോ? വിശ്വാസികളുടെ കടമ തന്നെ എന്താണ്? നബിതങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണ്? അവിടുത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്തിനാണ്? അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും ഒക്കെ വിശ്വസിക്കുന്നത് ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ സഹായിക്കണം, റസൂലുള്ളാഹിനെ സഹായിക്കണം, റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം നിലനിർത്തണം. റസൂലുള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈ ലോകത്ത് കഷ്ടപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുള്ള ആദർശമുണ്ട്. ആ ആദർശം ഇവിടെ ചെവിട്ടി മതിക്കപ്പെടുമ്പോൾ, അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തുമ്പോൾ, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള സദാചാര മൂല്യങ്ങളെ ഇവിടെ പിച്ചു ചീന്തപ്പെടുമ്പോ, നമ്മുടെ വിവാഹവേദികളിൽ, നമ്മുടേതായ ഒത്തുകൂടലുകളിൽ, നമ്മുടേതായ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുത്ത് മുസ്തഫ പഠിപ്പിച്ച സംസ്കാരങ്ങളെ മാപ്പിള പേരുള്ളവൻ, നാഴികക്ക് 40 വട്ടം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നവൻ പിച്ചിക്കീറി മുത്ത് മുസ്തഫ അരുതെന്ന് പറഞ്ഞ സാംസ്കാരികമായ അധപ്പതനങ്ങളെ വാരിക്കോരി പുണരുന്ന ആളുകൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാവുള്ളത്? അതാ നിന്റെ സർട്ടിഫിക്കറ്റ് അള്ളാന്റെ റസൂലിന് വേണ്ട എന്ന് പറയുന്നത്. നേരെ മറിച്ച് അത് പറയുന്നുണ്ടോ? എങ്കിൽ എൻ്റെ റോൾ മോഡൽ, എൻ്റെ മുത്തു നേതാവ് മുഹമ്മദ് മുസ്തഫയാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്ക്. അതല്ലാതെ അവനാന്റെ കാര്യം വരുമ്പോൾ നബി ഒന്നും വേണ്ട. അത് നബിയുടെ സുന്നത്തിനെതിരാന്ന് പറഞ്ഞാൽ മുഖം തിരിക്കുക. അത് നബിയുടെ സംസ്കാരമല്ല, അവിടുന്ന് പഠിപ്പിച്ചതിനെതിരാണ് എന്ന് പറഞ്ഞാൽ കണ്ണ് നിന്നുക. എന്നിട്ട് ഞാൻ പുറത്തു വന്നിട്ട് പറയാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. ഇതല്ലേ കാപട്യം? ഇതല്ലേ ശുദ്ധ കപടത? അതുകൊണ്ടാ പറയുന്നത് ഷഹാദകൾ പറഞ്ഞാ പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനാ അവിടുത്തെ മഹത്വങ്ങളും പ്രാധാന്യങ്ങളും വ്യക്തിത്വങ്ങളും ഒക്കെ നമുക്ക് എടുത്തു പറഞ്ഞു തന്നത്. ഈ ഉമ്മത്തിനോട് അത്രത്തോളം സ്നേഹം കാണിച്ച മുത്ത് മുസ്തഫ ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നൊരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ എൻ്റെ അടുക്കൽ താമസിക്കുന്ന ഒരു ദിവസത്തിൽ എൻ്റെ അടുക്കൽ നിന്ന് വളരെ സന്തോഷവാനായിട്ടാണ് പോയത്. നല്ല കൺകുളിർമയുള്ള സന്തോഷത്തിൻ്റെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് അവിടുന്ന് കഅബൻ്റെ ഉള്ളിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ മുഖമൊക്കെ വല്ലാതെ മ്ലാനമായിരിക്കുന്നു, വല്ലാത്ത ദുഃഖം കാണുന്നു ആ മുഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉമ്മ ചോദിച്ചു, ആയിഷ ബീവി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എന്തേ ഇവിടുന്ന് പോയ പോലെ അല്ലല്ലോ തിരിച്ചു വരുമ്പോൾ അങ്ങയുടെ മുഖം? അവിടുന്ന് പറഞ്ഞ വാചകം ശ്രദ്ധിക്കുക, ഇന്നി ദഖൽതുൽ കഅബ. ഞാൻ കഅബക്കകത്ത് കയറി, കഅബൻ്റെ ഉള്ളിൽ കയറി, ഞാൻ ആരാധനയൊക്കെ നിർവഹിച്ചു. വദിത്തു അന്നി ലം അകുൻ ഫഅൽതു. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? ഇനി ശ്രദ്ധിച്ചോ, ഇന്നി അഖാഫു അൻ അകൂന ഖദ് അത്അബ്തു ഉമ്മതി മിൻ ബഅദി. എൻ്റെ സമുദായത്തിൽ ശേഷം വരുന്ന എൻ്റെ ഉമ്മത്തികൾക്ക് മുഴുവനും കഅബൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ലല്ലോ. ആഗ്രഹം ഉണ്ടാവില്ലേ എല്ലാവർക്കും? എന്നിട്ട് അവർക്കൊന്നും കയറാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ മുത്ത് മുസ്തഫ കയറിയ കഅബൻ്റെ ഉള്ളിൽ എനിക്കും കയറണമെന്ന് മോഹമുണ്ടായിട്ട് നിരാശയോടെ ദൂരെ നിന്ന് നോക്കി കാണാനല്ലേ എൻ്റെ ഉമ്മത്തിന് കഴിയൂ. ഈ ഉമ്മത്തിനോടുള്ള സങ്കടം മുത്ത് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ചു. അത്ര പോലും നമ്മുടെ മനസ്സിലൊരു സങ്കടത്തിന് അവിടുത്തെ ഒരു പ്രവൃത്തി കാരണമാകരുതെന്ന് മോഹിച്ച അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് ആ പ്രവാചകന് വലിയ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്കും കിട്ടണം എല്ലാ നന്മകളുമെന്ന അത്യാഗ്രഹമുള്ള വ്യക്തിത്വമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ഏറെ വാത്സല്യമുള്ള നബിയാണ്, കൃപയുള്ള വ്യക്തിത്വമാണ് എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. എത്ര തവണയാ അവിടുന്ന് പറഞ്ഞിട്ടുള്ളതെന്നറിയോ? സഹാബത്തെ, നിങ്ങളെയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇനി എന്നെ പിൻപറ്റി ജീവിക്കുന്ന കുറേ മോമിനീങ്ങളുണ്ട്, അവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നമ്മളെ കാണാൻ കൊതിച്ച മുത്ത് മുസ്തഫ പറഞ്ഞു, അവരെ കാത്ത് ഞാൻ ഹൗലിന്റെ സമീപത്ത് പാനപാത്രവുമായി കാത്തിരിക്കും. വഅന ഫറതുഹും അലൽ ഹൗളി, നിങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഞാൻ മോമിനീങ്ങളെ കാത്ത് ഹൗലിൻ്റെ അരികിൽ ഇങ്ങനെ കാത്തിരിക്കും. മോമിനീങ്ങൾക്കൊരു കോപ്പ കുടിക്കാൻ കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബിയെ, അങ്ങയുടെ കോപ്പയില്ലെന്ന് ഒരു ദാഹജലം ഞങ്ങൾക്ക് തരണേന്ന് മുത്ത് മുസ്തഫായോട് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. അവിടുന്ന് അത് തരും. അതിന് അപരത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം നമ്മെ സ്നേഹിച്ച ഒരു മുത്തുനബി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വാസികൾക്കുള്ള മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എല്ലാ രംഗത്തും എ മുതൽ സെഡ് വരെ, ജീവിതത്തിന്റെ അലിഫ് മുതൽ യാ വരെ
എല്ലാ രംഗത്തും അവിടുത്തെ വ്യക്തിപ്രഭാവവും അവിടുത്തേതായ മാതൃകാ പ്രവർത്തനങ്ങളുമാണ് വിശ്വാസികൾ കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ കൽബിലും നമ്മുടെ മക്കളുടെ കൽബിലും കുടുംബാംഗങ്ങളുടെ കൽബിലും മുസ്തഫയോടുള്ള സ്നേഹം കൊണ്ട് നിറയണം. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ, ഇണയോടുള്ള പെരുമാറ്റത്തിൽ, സ്വഭാവങ്ങളിൽ, സംസാരങ്ങളിൽ, സംസ്കാരങ്ങളിൽ, ഇടപാടുകളിൽ, ഇടപെടലുകളിൽ എല്ലാം അത് വ്യക്തമായി തന്നെ പ്രതിഫലിക്കണം എന്നാണ് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാമം കേൾക്കുമ്പോൾ, മറ്റുള്ളവരുടെ പേരുകൾ കേൾക്കും പോലെയല്ല നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം. ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹു നബിക്ക് വേണ്ടി സദാ നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. മലായിക്കത്തുകളുടെ സദസ്സിൽ പ്രവാചകനെ പ്രശംസിക്കുന്നുണ്ട് അവിടുന്ന്. മലക്കുകൾ നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് സലാമുകൾ നിർവഹിക്കണേ എന്ന് വ്യക്തമായ കൽപ്പനയാണ്. ആ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഇന്നിന്റെ ദിവസം വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ മഹത്വം സ്വലാത്ത് അധികരിപ്പിക്കുന്നതിനുണ്ട്. നമ്മളൊക്കെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം എത്ര കൂടുതൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്, മറ്റു ദിവസങ്ങളിൽ എത്ര ചൊല്ലാറുണ്ട് എന്നൊക്കെ ഓരോരുത്തരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളെക്കാൾ കൂടുതൽ ചൊല്ലി തീർക്കുവാൻ സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. നമുക്കെങ്ങനെ സ്വലാത്ത് അധികരിപ്പിക്കാതിരിക്കാനാകും? മഹാനായ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് എത്രത്തോളം നിർവഹിക്കണം? എൻ്റെ പ്രാർത്ഥനയിൽ 4-1 അങ്ങനെ ചൊല്ലിയാലോ? പ്രവാചകൻ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്തോളൂ. അതിനേക്കാൾ ഞാൻ അധികരിപ്പിച്ചാലോ? അതും ചെയ്തോളൂ. എങ്കിൽ ധാരാളം എനിക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ അത് അധികരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദൻ തുക്ഫാ ഹമ്മക, നിന്റെ മനക്ലേശങ്ങൾക്കത് പരിഹാരമാകും. നിന്റെ മനക്ലേശങ്ങൾക്കത് പരിഹാരമാകും. വയുഗ്ഫറു ലക ദംബക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനും അത് കാരണമാകും. അപ്പൊ നമുക്ക് പാപമോചനം കിട്ടാനും മാനസികമായ ടെൻഷനുകളിൽ നിന്ന് മുക്തി നേടുവാനും കൂടി പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തിന്റെ പുറമെ ഈ ലോകത്ത് വെച്ചും സ്വലാത്തിന് ആ മഹത്വങ്ങൾ കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വലാത്തിന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അഥവാ സന്ദർഭങ്ങളുണ്ട്. അത് പ്രത്യേകവും അല്ലാത്ത സമയങ്ങളിൽ എണ്ണവും കണക്കൊക്കെ ഇല്ലാത്തത്ര നമ്മൾ അധികരിപ്പിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബിൻ്റെ റസൂലിനെ ഇങ്ങനെ ഓർക്കുമ്പോൾ അവിടുത്തെ ആ ചര്യകളെ അവിടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു മെസ്സേജ് എന്താണെന്നറിയോ? ലോകത്തെ ഏറ്റവും ഉന്നതമായ ഇത്രത്തോളം പ്രാധാന്യമുള്ള മുസ്തഫാക്ക് വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോടാ പ്രാർത്ഥിക്കേണ്ടത്, നബിയോട് പ്രാർത്ഥിക്കരുത്. അതാ സ്വലാത്ത് സലാമുകളിൽ പോലും അള്ളാഹുവിൻ്റെ രക്ഷയും അവിടുത്തെ ഗുണവും അവിടുത്തെ കാരുണ്യവും താങ്കൾക്കുണ്ടാവട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്തിൻ്റെ ആശയം. ഇതും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. എല്ലാ അർത്ഥത്തിലും അവിടുന്ന് കാണിച്ചിരുന്ന ആ സൽപാന്താവിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അവിടുത്തെ യഥാവിധി സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് ആ പ്രവാചക വര്യനെ അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.